ഫ്രണ്ട്സ്, ഇന്നലെ എന്താണോ രാവിലെ പറഞ്ഞത് എക്സാക്റ്റഡ് അത് തന്നെയാണ് മാർക്കറ്റ് സംഭവിച്ചത്. രാവിലെ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. രണ്ടാമത് പറഞ്ഞിരുന്നു തലയിൽ ഉയർത്തി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അതേപോലെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു, ഹിറ്റ് ചെയ്തു. 170 പോയിന്റ് കയറിയ മാർക്കറ്റ് നേരെ 4 പോയിന്റ് താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഇന്ന് രാത്രിയിലെ യു എസ് ഫീച്ചേഴ്സ് അല്ല, യു എസ് മാർക്കറ്റ് വാൾ സ്ട്രീറ്റ് വാസ് ട്രെൻഡിങ് സൂപ്പർ. ഇന്ന് രാത്രി വൺ വീക്കായിട്ടാണ് ക്ലോസിംഗ് ഫെന്റാസ്റ്റിക് ക്ലോസ് കൊടുത്തത്. ഡൗ ജോൺസ് റെക്കോർഡ് ക്ലോസിംഗിലേക്കാണ് പോയത്. അതുപോലെ തന്നെ @ യു എസ് ഫീച്ചേഴ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്ട്രോങ് ആണ്. ദാറ്റ് മീൻ ഇന്നലെ വെളുപ്പിന് തുടങ്ങിയ യു എസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുമ്പ് തുടങ്ങിയ ആ ഒരു ട്രെൻഡിലുള്ള മാറ്റം @ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് മാർക്കറ്റ് സംബന്ധിച്ചു, വേൾഡ് മാർക്കറ്റ് സംബന്ധിച്ചു. ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നുള്ളൂ. നിഫ്റ്റി അല്ല, നിക്കി, ദാറ്റ് മീൻ ജാപ്പനീസ് മാർക്കറ്റ് 1224 പോയിന്റ് പ്ലസിലാണ്. അതുപോലെ തന്നെ ഇന്നലെ -4 പോയിന്റ് ക്ലോസ് ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ രാത്രിയിലെ യു എസ് മാർക്കറ്റിന്റെ ചുവട് പിടിച്ച് 71 പോയിന്റ് പ്ലസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റിന്റെ ഒരു റിവേഴ്സ് ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. ഈ ട്രെൻഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കറിയില്ല. കാര്യം ഇനിയും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ 3 മണിക്കൂറുള്ള സമയം, 2-2.5 മണിക്കൂറുള്ള സമയമുണ്ട്. ഇതിനിടയിൽ ട്രംപിന്റെ ട്വീറ്റോ എന്തെങ്കിലും ന്യൂസ് വന്നാൽ വീണ്ടും മാർക്കറ്റിനെ തകിടം മറിക്കാൻ അത് മതി. ശ്രദ്ധിക്കണം, ന്യൂസ് പോയിൽ മാത്രം പോകുന്ന മാർക്കറ്റാണിത്. പ്രൈസ് ആക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ് മാർക്കറ്റിൽ. അതുപോലെ തന്നെ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ശരിക്കും മൂവിംഗ് ആവറേജ് 10 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് പ്രൈസ് ആക്ഷൻ റെസിസ്റ്റൻസ് ഞാൻ 3 ദിവസം മുമ്പ് പറഞ്ഞ പ്രൈസ് ആക്ഷൻ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് 2 റെസിസ്റ്റൻസ് ഉണ്ട്. സ്ട്രോങ് വോളിയം, സ്ട്രോങ് ബൈ വേണം ഈ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട്. ഇന്നും കറന്റ് സ്റ്റാറ്റസ് വെച്ച് ഒരു ഗ്യാപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് സസ്റ്റെയിൻ ചെയ്യാന്നുള്ള ലെവലാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നും 2 റെസിസ്റ്റൻസിന്റെ ചേർന്ന് കിടക്കുന്നുണ്ട്. സസ്റ്റൈനബിലിറ്റി വരണമെങ്കിൽ സ്ട്രോങ് ബൈ വരണം. അതാണ് ഏറ്റവും വലിയ കാര്യം ഫ്രണ്ട്സ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നമുക്കൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി വെബിനാർ ഉണ്ടായിരുന്നു. ഈ ആഴ്ച വീണ്ടും ഒരു വെബിനാർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വെബിനാർ നമ്മൾ സംസാരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെയാണ് മൂവിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ടുള്ള മൂവിനെ എങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും, അതിന്റെ താർ വോളിയത്തിന്റെ എഫക്ട് എന്തുമാത്രമുണ്ടെന്നുള്ള 2 ക്രിട്ടിക്കലായിട്ട് ഇൻപുറ്റിനെ കുറിച്ചുള്ള ഒരു വെബിനാറാണ്. താല്പര്യമുള്ളവർക്ക് prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും.